ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ചാണ് വൈകുന്നേരം പൊതുസമ്മേളനത്തിനും റെഡ് വോളണ്ടിയർ മാർച്ചിനും പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ അത്ഭുതപ്പെടുത്തി പറയുകയല്ല. ഈ പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം പിരിയുന്ന സമയത്തും റെഡ് വോളണ്ടിയർമാർ ഒരു വിഭാഗം മൈതാനത്തിനകത്തേക്ക് കടക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയായിരുന്നു. കാരണം അത്രമാത്രം വലിയൊരു കൂട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാണ്ഡ്യൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങിയത്. അതൊരു ഈ സമ്മേളന വേദിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ ഈ റെഡ് വോളണ്ടിയർമാരുടെ അവസാന നിര എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റായ പാണ്ഡ്യൻകോവിലിന് പിന്നെയും 2 കിലോമീറ്റർ അപ്പുറമായിരുന്നു. വിഷ്ണു, ഇന്നലെ നമ്മൾ കണ്ട ഈ ആവേശ കാഴ്ചയെക്കുറിച്ച്, റെഡ് വോളണ്ടിയർ മാർച്ചിനെ കുറിച്ച്, പൊതുസമ്മേളനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും മധുര നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളെ ചെയ്തത്. കഴിഞ്ഞ സെമിനാറിൽ സ്റ്റാലിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മധുര എന്ന് പറയുന്നത് തൂങ്കാ നഗരമാണ്, ഉറങ്ങാത്ത നഗരം ചുവന്നു എന്നതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതായിരുന്നു ഇന്നലത്തെ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചും അതിനുശേഷമുള്ള ഒരു സമാപന സമ്മേളനവും. ശങ്കരയ്യ മെമ്മോറിയൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രൗണ്ടാണ്. പക്ഷേ ആ ഒരു മൈതാനം കവിഞ്ഞും ആളുകൾ ആ മൈതാനത്തേക്ക് അകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിൽ ആളുകൾ പുറത്ത് നിൽക്കുന്ന വലിയ ഒരു ജനക്കൂട്ടം പുറത്ത് തടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പമാണ് റെഡ് വോളണ്ടിയർ മാർച്ച്. ഈ റെഡ് വോളണ്ടിയർ മാർച്ച് സമാപന സമ്മേളനം കഴിഞ്ഞിട്ട് പോലും റെഡ് വോളണ്ടിയർ മാർച്ചിന് അവസാനമായിരുന്നില്ല. അപ്പോഴും ഇങ്ങോട്ടേക്ക് മൈതാനിയിലേക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഘടനാ തലത്തിൽ പോലും വലിയ തലത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അത്രത്തോളം ശക്തമാണ് ഇവിടെ പാർട്ടി എന്നത് ഇവിടെ വന്നപ്പോൾ ഈ പരിപാടി കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും അത്ഭുതപ്പെടുന്നത് തന്നെയായിരുന്നു കേട്ടോ. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അതിനുശേഷം പൊതുസമ്മേളനം, അവിടെ നടന്ന ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു, വിവരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഓരോ വാചകങ്ങൾ കിട്ടിയ കയ്യടി, അതൊക്കെ പാർട്ടിയുടെ പിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു.